18-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എല്ലാവരും മനസ്സൊരുക്കത്തോടെ, ഉന്മേഷത്തോടെ, ശ്രദ്ധയോടെ കേൾക്കണം. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് മാറ്റി വയ്ക്കണേ. പിന്നെ ഈ വീട്ടിലൊക്കെ ഇരുന്ന് ഈ TV കേൾക്കുമ്പോൾ മറ്റുള്ളവർ ഫോൺ വിളിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും. ഫോൺ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ആ പ്രായമായ അമ്മച്ചി TV-യുടെ മുമ്പിലിരുന്ന് അത് കേട്ടോട്ടെ. ഹലോ, മനസ്സിലായല്ലോ? ശ്രദ്ധിച്ചാട്ടെ. 17-ാം വാക്യം: ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. മരണക്കയറിൽ കുരുക്കപ്പെട്ട് കിടന്നിട്ട് ഒരൊറ്റ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ ദൈവം ഡേവിഡിൻ്റെ കൈ ഉയർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഡേവിഡിന് മനസ്സിലായത്, എൻ്റെ ശത്രുക്കളുടെ കൂടാരത്തിൽ നിന്നാണ് എന്നെ പിടിച്ചു പൊക്കിയത്. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. എന്നെ വിടുവിച്ചു. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ശത്രു നമ്മേക്കാൾ ബലവാനാണ്. എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ വചനം നമുക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയുണ്ട്. അതിലും വലിയവൻ നിൻ്റെ അകത്തുണ്ട്, നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ശത്രു നമ്മളെക്കാൾ വലിയവനാണ്. വിശേഷാൽ ബൈബിൾ ക്രിസ്ത്യാനിക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. അവൻ എത്രയോ വലുതാ. നമ്മുടെ ശത്രുവായ പിശാചിന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? ഭൂമിയോളം പ്രായം. അവൻ എത്ര വലിപ്പമുണ്ടെന്നറിയോ? എത്ര വലിപ്പം ഉണ്ടെന്ന് വേണമെങ്കിലും നിന്നെ തോന്നിപ്പിക്കും. അതല്ലാതെ വലിപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അതിൻ്റെ പ്രതീകമാണ് ഗോലിയാത്ത്. 9 അടി പൊക്കുക എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 അടി പൊക്കമുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മനുഷ്യൻ ഓവർ ഹൈറ്റും വെയിറ്റും കണ്ടാൽ തന്നെ പേടിച്ചു പോകും. ഇപ്പം പിശാചിന് നമ്മുടെ മുമ്പിൽ വലിപ്പം കാണിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അവനെ ചെറുതായിട്ട് കാണാൻ പഠിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ദാവീദ് പറയുന്നത്, അവരെന്നിലും ബലമേറിയവരായിരുന്നു, പക്ഷേ അതിലും ബലമേറിയവൻ എൻ്റെ കൈക്ക് പിടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിക്കുന്നത് ഇച്ചിരി നല്ലതാണ്. He saved me from my powerful enemies. He set me free from those who were too strong for me. എന്ന് പറഞ്ഞാൽ ഞാനോ എൻ്റെ വീട്ടുകാരോ എല്ലാവരും കൂടെ വിചാരിച്ചാലും തൊടാൻ പറ്റാത്ത പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് എൻ്റെ കർത്താവ് എന്നെ ബലം പിടിച്ച് വലിച്ചെടുത്തത്. നന്ദി കർത്താവേ, നന്ദി. നീ ഞങ്ങൾക്ക് തന്ന വിടുതൽ എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർത്ത് സ്തോത്രം പറയുന്നു. ആമേൻ.